നമസ്കാരം. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ കാവു തീണ്ടലിനിടെ അനുമതിയില്ലാതെ ഡോക്യുമെന്ററി ചിത്രീകരിച്ച് ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെടുത്ത 2 കേസുകളിലായി 4 പ്രതികളാണ് പിടിയിലായത്. സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ആർക്കും തടസ്സമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കി തൃശൂർ ജില്ലയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഹോം വോട്ടിംഗ് ആരംഭിച്ചു. വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ സമ്മതമറിയിച്ച് അപേക്ഷ നൽകിയവർക്കാണ് അവസരമൊരുങ്ങുന്നത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊടുങ്ങല്ലൂർ കാവു തീണ്ടലിനിടെ അനുമതിയില്ലാതെ ഡോക്യുമെന്ററി ചിത്രീകരിക്കുകയും ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ച സംഭവത്തിലുമായി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെടുത്ത 2 കേസുകളിലായി 4 പ്രതികൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഡോക്യുമെന്ററിയുടെ സംവിധായകനായ തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് വെമ്പു സ്വദേശി സജിൻ ബാബു, പോലീസ് ഓഫീസറുടെ വേഷമിട്ട വയനാട് മാനന്തവാടി അമ്പൂത്തി സ്വദേശി കുറ്റിപ്പുറത്ത് വീട്ടിൽ ജിജോ, കോമരത്തിന്റെ വേഷമിട്ട പാലക്കാട് നാഗലശ്ശേരി പെരിങ്ങോട് സ്വദേശി വിളക്കുതറ വീട്ടിൽ ശരത് കുമാർ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടിയത്. ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഡോക്യുമെന്ററി ചിത്രീകരണത്തിന് സജിൻ ബാബു അനുമതി തേടിയിരുന്നെങ്കിലും കോടതി ഉത്തരവ് നിലവിലുള്ളതിനാൽ ദേവസ്വം അനുമതി നിഷേധിച്ചിരുന്നു. ഇത് അവഗണിച്ചാണ് ഇയാൾ ചിത്രീകരണം നടത്തിയത്. അതീവ പ്രാധാന്യമുള്ള ക്ഷേത്രാചാരങ്ങൾ നടക്കുമ്പോൾ ദേവസ്വത്തിന്റെ അനുമതിയില്ലാതെയും ഭക്തരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലും ചിത്രീകരിച്ച ഡോക്യുമെന്ററിയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിക്കായി ബോധപൂർവം ചിത്രീകരിച്ച ഒരു സിനിമാറ്റിക് രംഗമാണെന്നറിഞ്ഞിട്ടും ഇത് മറച്ചുവെച്ച് SA റാങ്കിലുള്ള പോലീസ് വേഷം ധരിച്ച വ്യക്തിയും കോമരവും തമ്മിൽ സംഘർഷം നടക്കുന്നു എന്ന തരത്തിൽ റീൽസ് ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് സാമൂഹിക സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കോഴിക്കോട് കടലുണ്ടി ചാലിയം സ്വദേശി ചാന്ദിനി വീട്ടിൽ ഷൈജു എന്നയാളെയുമാണ് പിടികൂടിയത്. 4 പ്രതികൾക്കും നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ വീഡിയോകൾ ഷെയർ ചെയ്തവർക്കെതിരെയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും. 2 കേസുകളിലും കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. ഇത്തരം വ്യാജ വീഡിയോകൾ പങ്കുവയ്ക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. നിലവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജാതി മത രാഷ്ട്രീയ വിദ്വേഷം വളർത്തുന്നതോ വ്യക്തിഹത്യ നടത്തുന്നതോ ആയ സന്ദേശങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതിനെതിരെ തൃശൂർ റൂറൽ പോലീസ് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പ്രമോദ് പി, കൊടുങ്ങല്ലൂർ SHO ബിജോയ് പി, GASI ഉമേഷ് KV എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ആർക്കും തടസ്സമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കി തൃശൂർ ജില്ലയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഹോം വോട്ടിംഗ് ആരംഭിച്ചു. 40% മുകളിൽ ഭിന്നശേഷിയുള്ളവരിലും 85 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരിലും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ സമ്മതമറിയിച്ച് അപേക്ഷ നൽകിയവർക്കാണ് ഇത്തരത്തിൽ അവസരമൊരുങ്ങുന്നത്. വോട്ടിംഗ് പ്രക്രിയ സുതാര്യമായി പൂർത്തിയാക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പോളിംഗ് ഓഫീസർ, അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ, പോലീസ് ഉദ്യോഗസ്ഥൻ, വീഡിയോഗ്രാഫർ എന്നിവരടങ്ങുന്ന ടീമുകളാണ് വീടുകളിലെത്തി വോട്ട് ശേഖരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്കും നടപടിക്രമങ്ങൾ വീക്ഷിക്കാം. ഹോം വോട്ടിംഗ് രേഖപ്പെടുത്തുന്നവർക്ക് പിന്നീട് പോളിംഗ് ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്യാൻ സാധിക്കില്ല. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വനിതാ സംഗമം നടന്നു. മേലടൂരിൽ നടന്ന സംഗമം മഹിളാ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് അൽക്ക ലംബ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിലാണ് UDF ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ സ്ത്രീകൾക്കായി, പാവപ്പെട്ടവർക്കായി വലിയ ഒരു ആശ്വാസമായി മാറാൻ പോകുന്ന ഇന്ദിരാ ഗ്യാരണ്ടി സമർപ്പിക്കുന്നത്. हमारी तेलंगाना कर्नाटक सरकार महिलाओं को फ्री बस यात्रा देती है ताकि इतनी महंगाई पे उन पर बोझ कम हो. वही काम हम UDF की केरला में सरकार करने वाले महिलाओं के लिए पूरे केरला में बस यात्रा फ्री हो. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കർണാടകയിലും തെലങ്കാനയിലുമുള്ള ഗവൺമെന്റുകൾ അവിടുത്തെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നടപ്പിലാക്കി കഴിഞ്ഞ സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെ നടപ്പിലാക്കി കഴിഞ്ഞ കോൺഗ്രസിന്റെ ഇച്ഛാശക്തി അവിടെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിലെയും സഹോദരിമാർ
സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല, വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് OS നഫീസ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ, സ്ഥാനാർത്ഥി OJ ജനീഷ് എന്നിവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ സംഗമത്തിൽ പങ്കെടുത്തു. കൊടകര പൂനിലാർക്കാവ് ഭഗവതിയുടെ പൂരം പുറപ്പാട് ഭക്തിസാന്ദ്രമായി. തിങ്കളാഴ്ച സന്ധ്യയ്ക്കാണ് പൂനിലാർക്കാവ് ഭഗവതി സഹോദരിയായ ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി ഒന്നിച്ച് ആറാട്ടുപുഴ പൂരത്തിന് പുറപ്പെട്ടത്. നേരത്തെ ചാലക്കുടിയിൽ നിന്നെത്തിയ പിഷാരിക്കൽ ഭഗവതിയെ പൂനിലാർക്കാവിൽ നിറപറയോടെ സ്വീകരിച്ച ശേഷം ഇറക്കി എഴുന്നള്ളിച്ചു. വൈകിട്ട് ഇരു ഭഗവതിമാരെയും തിമിലപ്പാണികൂട്ടി എഴുന്നള്ളിക്കുകയായിരുന്നു. ചെമ്പടമേളത്തിന്റെ അകമ്പടിയോടെ ചുറ്റമ്പലത്തിന് പുറത്തു കടന്ന ഭഗവതിമാർ ക്ഷേത്രം പ്രദക്ഷിണം വെച്ചു. ശംഖുവിളിയുടെ ആരവത്തോടെ ഗോപുരത്തിന് പുറത്തു കടന്ന് പാണ്ടിമേളത്തിനു ശേഷമായിരുന്നു പൂരം പുറപ്പാട്. തിരുവമ്പാടി അർജുനൻ, വടക്കുറുമ്പക്കാവ് ദുർഗാദാസൻ എന്നീ ആനകൾ യഥാക്രമം പൂനിലാർക്കാവ്, പിഷാരിക്കൽ ഭഗവതിമാരുടെ തിടമ്പേറ്റി. പൂനിലാർക്കാവ് ദേവസ്വം ഭാരവാഹികളായ D. നിർമ്മൽ, E. രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CBSE സ്കൂൾ മേഖലയിലെ ജില്ലയിൽ തന്നെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആദ്യ ടർഫ് കോർട്ട് മാള ഹോളി ഗ്രേസ് അക്കാദമി ക്യാമ്പസിൽ ആരംഭിച്ചു. മാളയിലെ പ്രമുഖ ഫുട്ബോൾ താരങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ടർഫ് സ്പോർട്സ് ക്ലബിന്റെ ഔപചാരികമായ വെഞ്ചരിപ്പും അതോടൊപ്പം തന്നെ ഈ കോർട്ടിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്ന ഒരു സായം സന്ധ്യയിലാണ് നമ്മളിവിടെ എല്ലാവരും കൂടിച്ചേർന്നിരിക്കുന്നത്. ഹോളി ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കാഡമിക് രംഗങ്ങൾ എന്ന പോലെ തന്നെ കോ-കരിക്കുലർ ആക്ടിവിറ്റീസിൽ കലാകായിക രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും എല്ലാ മേഖലകളിലും വളരെ സുദീർഘമായ സേവനമാണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാളയിൽ വെച്ച് നടത്തിയ മാരത്തൺ ഓട്ട പ്രദക്ഷിണത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വാർത്തകൾ എനിക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുൻ സന്തോഷ് ട്രോഫി താരം PV സന്തോഷ് നയിച്ച തൃശൂർ വെറ്ററൻസ് ടീമും മുൻ സീനിയർ മലപ്പുറം ജില്ലാ ടീം ക്യാപ്റ്റൻ M. നജീബ് നയിച്ച മലപ്പുറം വെറ്ററൻസ് ടീമും തമ്മിൽ പ്രദർശന മത്സരം നടന്നു. ടർഫ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ജോൺ തളിയത്ത്, ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ താരം അഡ്വക്കേറ്റ് ഡോക്ടർ ജോസഫ് P. ജോർജ്, ടർഫ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ജീസൻ പള്ളിപ്പാട്ട്, ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ സാനി എടാട്ടുകാരൻ, ബെന്നി ജോൺ ഐനിക്കൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ലിവിയ PV, MBA കോളേജ് ഡയറക്ടർ ജിയോ ബേബി എന്നിവർ സംസാരിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ടർഫ് കോർട്ടിൽ 5 sevens ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ സംവിധാനമൊരുക്കിയിട്ടുണ്ട്. മാളയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഫുട്ബോൾ പ്രേമികൾക്കായി ഒരുക്കിയ ഈ സൗകര്യം ദിവസേന രാവിലെ 5 മുതൽ രാത്രി 10 വരെ ഏവർക്കും ഉപയോഗിക്കാനാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ കാവു തീണ്ടലിനിടെ അനുമതിയില്ലാതെ ഡോക്യുമെന്ററി ചിത്രീകരിച്ച് ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെടുത്ത 2 കേസുകളിലായി 4 പ്രതികളാണ് പിടിയിലായത്. സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ആർക്കും തടസ്സമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കി തൃശൂർ ജില്ലയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഹോം വോട്ടിംഗ് ആരംഭിച്ചു. വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ സമ്മതമറിയിച്ച് അപേക്ഷ നൽകിയവർക്കാണ് അവസരമൊരുങ്ങുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.